സ്ക്രീൻ കാണാമോ എല്ലാവർക്കും? കിട്ടുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങൾ ഞാൻ ലൈവ് റെക്കോർഡിങ് ഞാൻ ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ട്. അതെല്ലാവരും കണ്ടായിരുന്നോ? ലൈവ് റെക്കോർഡിങ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ അതുകൂടാതെ ഞാൻ മൊഡ്യൂൾ 3യുടെ ഇൻ്റർപൊളേഷൻ്റെ നോട്ട്സും കൂടി ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നോട്ട്സാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. മൊഡ്യൂൾ 3 ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. സോ എന്താണ് വാട്ട് ഈസ് മീൻ ബൈ ഇൻ്റർപൊളേഷൻ? ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇൻ്റർപൊളേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലിയർ ആയില്ല. ഹലോ. നമ്മളിങ്ങനെ അത് ചെയ്ത് അടുത്ത വാല്യൂസ് കണ്ടുപിടിക്കും. അതെ, നമുക്കൊരു സെറ്റ് ഓഫ് വാല്യൂസ് കാണും. അപ്പം ഒന്നുകിൽ നമുക്ക് അതിനിടയ്ക്കുള്ള ഏതെങ്കിലും ഒരു വാല്യൂ, അതായത് ഇപ്പോൾ നമ്മളൊരു കർവ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കർവിൻ്റെ ഇടയ്ക്കുള്ള അൺനോൺ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പോയിൻ്റ് ഡിറ്റർമിൻ ചെയ്യുക. അതല്ലെന്നുണ്ടെങ്കിൽ അടുത്ത പോയിൻ്റ് കണ്ടുപിടിക്കുക. പ്രീവിയസ് പോയിൻ്റ്, നെക്സ്റ്റ് പോയിൻ്റ്, അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പോയിൻ്റ്. മെയിനായിട്ട് ഇൻ്റർപൊളേഷൻ നമ്മൾ ചെയ്യുന്നത് ഇൻ്റർമീഡിയറ്റ് പോയിൻ്റ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും ഇൻ്റർപൊളേഷൻ ചെയ്യുന്നത്. അപ്പം നമുക്കൊരു സെറ്റ് ഓഫ് എക്സ് വാല്യൂസ് ഉണ്ട്, സെറ്റ് ഓഫ് കറസ്പോണ്ടിങ് വൈ വാല്യൂസ്. വൈ വാല്യൂസ് എന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ ദ ഫങ്ഷൻ വാല്യൂ ഓഫ് എക്സ്. നമുക്ക് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ചിലപ്പോൾ ഒരു ഇക്വേഷൻ കാണും, ഫങ്ഷൻ ഇക്വേഷൻ കാണും. ഇക്വേഷൻ ചിലപ്പം ലീനിയർ ഇക്വേഷൻ ആയിരിക്കാം, പാരാബോളിക് ഇക്വേഷൻ ആയിരിക്കാം, ക്യൂബിക് ഇക്വേഷൻ ആയിരിക്കാം. ഏതൊരു ടൈപ്പ് ഇക്വേഷൻ ആണെങ്കിലും കറസ്പോണ്ടിങ് ആയിട്ട് എക്സിന് നമുക്കൊരു വൈ വാല്യൂ കാണും. ആ വൈ വാല്യൂ ആണ് നമ്മുടെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഫംഗ്ഷൻ്റെ ഒരു വാല്യൂ ഉണ്ടെങ്കിൽ ഇപ്പം ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പോയിൻറ്റിൻ്റെ വാല്യൂ എനിക്ക് അറിയില്ല, ആ വാല്യൂ എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഇൻ്റർപൊളേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ. അപ്പം അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഞാനത് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് പറയുന്നില്ല. ഇൻ്റർപൊളേഷൻ ഇസ് എ ടെക്നിക് ഓഫ് എസ്റ്റിമേറ്റിംഗ് ദി വാല്യൂ ഓഫ് എ ഫംഗ്ഷൻ ഫോർ എനി ഇൻ്റർമീഡിയറ്റ് വാല്യൂ ഓഫ് ദി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. നമ്മളിവിടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് എക്സ് ആണ്. എക്സ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും വൈ ഡിപ്പെൻഡൻറ്റ് വേരിയബിളുമാണ്. കാരണം വൈ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആണ്, അത് എക്സിൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുകൊണ്ട് വൈ എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളും എക്സ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളുമാണ്. അപ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ വാല്യൂ കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ ഇൻ്റർപൊളേഷൻ എന്ന് പറയുന്നത്. അത് മിക്ക കേസസിലും, മോസ്റ്റ് കേസസ് നമ്മൾ ഇൻ്റർമീഡിയറ്റ് വാല്യൂസ് കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ ഇൻ്റർപൊളേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് ആകെ പഠിക്കാനുള്ളത് ലഗ്രാഞ്ചിയൻ ഇൻ്റർപൊളേഷൻ ഫോർമുല മാത്രമാണ്. ഇത് നമ്മൾ കഴിഞ്ഞ സമയത്ത് പഠിച്ചായിരുന്നോ? ഓർമ്മയുണ്ടോ? സി പി സിറ്റിൽ നമ്മൾ പഠിച്ച കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് എളുപ്പമായിരിക്കും ഇത്. ലഗ്രാഞ്ച് ഇൻ്റർപൊളേഷൻ ഫോർമുല നമ്മൾ കഴിഞ്ഞ സെമ്മിൽ സി പി സിറ്റിൽ പഠിച്ചതാണ്. അപ്പോൾ ഈ മൊഡ്യൂളിനകത്ത്, അതായത് മൊഡ്യൂൾ 3-ക്കകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഗ്രാഞ്ച് ഇൻ്റർപൊളേഷനും പിന്നെ കർവ് ഫിറ്റിങ്ങുമാണ്. കർവ് ഫിറ്റിങ്ങും നമ്മൾ കഴിഞ്ഞ സബ്ജക്റ്റിൽ പഠിച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അതും എളുപ്പമായിരിക്കും, കുഴപ്പമില്ല, പെട്ടെന്ന് നമുക്ക് ഓടിച്ചങ്ങ് പോകാമെന്നേ ഉള്ളൂ. ഓക്കെ. അപ്പം ലഗ്രാഞ്ച് ഇൻ്റർപൊളേഷൻ ഫോർമുല എന്ന് പറയുന്നത് y = f of x ആണ്. അതായത് y ഡിപ്പെൻഡ്സ് അപ്പോൺ എക്സ്. എക്സ് എന്ന് പറയുന്ന ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ വാല്യൂസിന് y ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പം അതിൻ്റെ വാല്യൂസ് നമുക്ക് y0, y1, y2, y3 എക്സെട്ര അപ് ടു yn എന്ന് നമ്മൾ കൺസിഡർ ചെയ്യും. അതിൻ്റെ എക്സ് വാല്യൂസ് എന്ന് പറയുന്നത്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എക്സ് എന്ന് പറയുന്നത് x0, x1, x2, x3 എക്സെട്ര അപ് ടു xn ആണ്. അങ്ങനെയാണെങ്കിൽ ഇഫ് ഐ വാണ്ട് ടു ഫൈൻഡ് എ വാല്യൂ എഫ് ഓഫ് എക്സ്, ഏതെങ്കിലും ഒരു എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട്, എക്സ് ഒരു നോൺ വാല്യൂ ആണ്, ഈ നോൺ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഇൻ്റർപൊളേഷൻ വാല്യൂ, അതായത് വൈ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ലഗ്രാഞ്ചൻ ഇൻ്റർപൊളേഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് മൈനസ് എക്സ് വൺ ഇൻറ്റു എക്സ് മൈനസ് എക്സ് ടു എക്സെട്ര അപ് ടു എക്സ് മൈനസ് എക്സ് എൻ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ വരുമ്പോഴത്തേക്കും ആദ്യത്തെ
ഫോർമുലയ്ക്കകത്ത് x0 മൈനസ് x1, x0 മൈനസ് x2, എക്സെട്ര അപ് ടു x0 മൈനസ് xn ഇൻറ്റു y0. ഇനി രണ്ടാമത്തെ ടേം വരുമ്പോഴത്തേക്കും ഇവിടെ നമ്മൾ എക്സ് മൈനസ് x0 ആണ്. അപ്പം രണ്ടാമത്തെ ടേമിൽ നമ്മൾ x1 ആണ് ഡിനോമിനേറ്ററിൽ വരുന്നത്. അപ്പം എക്സ് മൈനസ് x0, x1ൻ്റെ ടേം നമ്മൾ എടുക്കില്ല. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും x1ൻ്റെ ടേം നമ്മൾ എടുക്കില്ല. അപ്പം എക്സ് മൈനസ് x0, അത് കഴിഞ്ഞിട്ട് x1ൻ്റെ ടേം നമ്മൾ സ്കിപ്പ് ചെയ്തു. എക്സ് മൈനസ് x2, എക്സ് മൈനസ് x3, എക്സെട്ര അപ് ടു എക്സ് മൈനസ് xn ഡിവൈഡഡ് ബൈ താഴെ x1 ആണ്. ആദ്യത്തേൽ x0 ആയിരുന്നു, രണ്ടാമത്തേൽ x1. x1 മൈനസ് x0. ഇനി x1 മൈനസ് x1 നമുക്ക് കൊടുക്കാൻ പറ്റില്ല, കാര്യം x1 മൈനസ് x1 കൊടുത്തു കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിൽ 0 ആയി പോകും. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. സോ x1 മൈനസ് x1 ഇല്ല, അതിന് പകരം x0 കഴിഞ്ഞാൽ അടുത്ത ടേം x2 ആണ്. ഇവിടെ x0യുടെ ടേം ഇല്ല, x1, x2, എക്സെട്ര. ഇവിടെ രണ്ടാമത്തെ ടേമിൽ x0, x2, x1 നമ്മൾ സ്കിപ്പ് ചെയ്തു അപ് ടു xn. ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് എത്ര ടേംസ് ഉണ്ടോ അത്രയും ടേംസിൽ നമ്മൾ ചെയ്തു പോകും. ഇതിന് പറയുന്ന പേരാണ് ലഗ്രാഞ്ചൻ ഇൻ്റർപോളേഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ നമുക്ക് തിയററ്റിക്കലായിട്ട് ഇതിനെക്കുറിച്ച് പറയാൻ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് പ്രോബ്ലംസിലേക്ക് പോവാം. അപ്പോൾ ഒന്നാമത്തെ പ്രോബ്ലം, ഇതൊക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ കഴിഞ്ഞ സെമ്മിലും ചെയ്ത പ്രോബ്ലംസ് തന്നെയാണ്, എന്നാലും ഒന്നും കൂടി നമുക്കത് നോക്കാം. എല്ലാവരും നോട്ട്ബുക്ക് എടുത്തോ? അപ്പോൾ നോട്ട്ബുക്കും പേനയും കാൽക്കുലേറ്ററും കയ്യിൽ വെച്ചേക്കുക. നമുക്ക് ഒരു 2-3 പ്രോബ്ലംസ് നമുക്ക് ചെയ്തങ്ങ് പോവാം. ഓക്കെ, ഇത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഗിവൺ ദ വാല്യൂസ്, എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് 5, 7, 11, 13, 17. എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ വൈക്ക് കറസ്പോണ്ടിങ് വാല്യൂസ് എന്ന് പറയുന്നത് 150, 392, 1452, 2366, 5202. അപ്പോൾ ഇത്രയും വാല്യൂസാണ്. ഇതൊരു ടാബുലർ ഫോമിൽ നിങ്ങളങ്ങ് വരച്ചാൽ മതി. എക്സും വൈയും വാല്യൂസ് ടാബുലർ ഫോമിൽ വരയ്ക്കുക. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇൻഡയറക്റ്റ് അല്ല, ട്വിസ്റ്റൊന്നുമില്ല, ജസ്റ്റ് ഡയറക്റ്റായിട്ട് ചോദിച്ചിരിക്കുകയാണ്. ഇവാലുവേറ്റ് എഫ് ഓഫ് 9. നമുക്കിവിടെ 5ഉം 7ഉം 11ഉം ഉണ്ട്, പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് 9ൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടില്ല. അപ്പം 9ന് കറസ്പോണ്ടിങ് ആയിട്ട് എവിടെ ആയിരിക്കും? ഈ ഒരു റീജിയനിലായിരിക്കും വരുന്നത്. അപ്പം ഈ ഒരു റീജിയനിൽ എഫ് ഓഫ് 9ന് കറസ്പോണ്ടിങ് വാല്യൂ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ എഴുതിയെടുത്തു എല്ലാവരും? എഴുതിയെടുത്തോ എല്ലാവരും ക്വസ്റ്റ്യൻ? ഇല്ല സാർ, എഴുതും. എഴുതി സാർ. ഓക്കെ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ്, എക്സിൻ്റെ വാല്യൂസ് നമ്മൾ ആദ്യമേ സ്റ്റാർട്ടിംഗ് വാല്യൂ എന്ന് പറയുന്നത് x0 ആയിട്ട് എടുക്കുക. x0 എന്ന് പറയുന്നത് 5, x1 7, x2 11, x3 13, x4 17. സിമിലർലി x0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്താണ്? 150 അല്ലേ? അപ്പം അത് y0 150, y1 392, y2 1452, y3 2366, y4 5202. അപ്പം എക്സിനും വൈക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് ആദ്യമേ അങ്ങ് എഴുതുക. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്താണ്? എഫ് ഓഫ് 9 ആണ്, അതായത് എക്സ് കറസ്പോണ്ടിങ് ടു 9. അപ്പം 9ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. സോ പുട്ടിങ് എക്സ് ഈക്വൽ ടു 9. എക്സിന് ഞാൻ 9 കൊടുത്തു. സോ എനിക്ക് കണ്ടുപിടിക്കാനുള്ളത് എഫ് ഓഫ് 9 ആണ്. അപ്പോൾ നമ്മുടെ ഇൻ്റർപോളേഷൻ ഇക്വേഷൻ നമുക്ക് നോക്കാം. എന്താണ്? എക്സിൻ്റെ വാല്യൂ, ഇത് നോൺ വാല്യൂ ആണ്. എക്സ് മൈനസ് x1, എക്സ് മൈനസ് x2. അപ്പം ആദ്യത്തെ ടേമിൽ x0 നമ്മൾ ഒഴിവാക്കും. x0 എന്ന് പറയുന്ന ടേം നമ്മളിവിടെ ഒഴിവാക്കും. സോ ആദ്യം
എക്സ് മൈനസ് എക്സ് വൺ. സോ 9 മൈനസ് എക്സ് വൺ 7 ആണ്, 7. വീണ്ടും 9 മൈനസ് 11, 9 മൈനസ് 13, 9 മൈനസ് 17. ഡിനോമിനേറ്ററിൽ വരുമ്പോഴത്തേക്കും എക്സ് സീറോ മൈനസ് എക്സ് വൺ. സോ 5 മൈനസ് 7, 5 മൈനസ് 11, 5 മൈനസ് 13, 5 മൈനസ് 17 ഇൻറ്റു വൈ സീറോ. ആദ്യത്തെ ടേമിൽ നമ്മൾ ഇൻറ്റു ചെയ്യുന്നത് വൈ സീറോയുടെ കൂടാണ്. സോ ഇത്രയും ടേംസ് എഴുതുക, അതിൻ്റെ കൂടെ വൈ സീറോ മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി രണ്ടാമത്തെ ടേം വരുമ്പോഴത്തേക്കും എക്സ് മൈനസ് എക്സ് സീറോ. ആദ്യത്തേൽ എക്സ് മൈനസ് എക്സ് സീറോ. ഇനി എക്സ് വണ്ണിൻ്റെ ടേം നമ്മൾ സ്കിപ്പ് ചെയ്യും. എക്സ് വൺ ഏതാ? 7 ആണ്. അപ്പം 9 മൈനസ് 7 നമ്മൾ എഴുതേണ്ട കാര്യമില്ല. സോ അത് സ്കിപ്പ് ചെയ്തു. അടുത്ത ടേം 9 മൈനസ് 11, 9 മൈനസ് 13, 9 മൈനസ് 17. ബോട്ടത്തിൽ എന്താണ്? എക്സ് വൺ മൈനസ് എക്സ് സീറോ. ഇനി എക്സ് വൺ മൈനസ് എക്സ് വൺ നമ്മൾ എഴുതത്തില്ല, കാര്യം എക്സ് വൺ മൈനസ് എക്സ് വൺ എഴുതുമ്പോഴത്തേക്കും അത് 0 ആയി പോകും. അതുകൊണ്ട് ആ ടേം നമ്മൾ എഴുതത്തില്ല. എക്സ് വൺ മൈനസ് എക്സ് സീറോ, എക്സ് വൺ മൈനസ് എക്സ് ടു, എക്സ് വൺ മൈനസ് എക്സ് ത്രീ, എക്സ് വൺ മൈനസ് എക്സ് ഫോർ ഇൻറ്റു വൈ വൺ. വൈ വൺ 392. അതുപോലെ ഓരോ ടേംസും നമ്മൾ എഴുതി അതെല്ലാം കൂടി ആഡ് ചെയ്യും. പെട്ടെന്ന് ചെയ്ത് ആൻസർ പറയുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. എല്ലാവരും ചെയ്യുന്നുണ്ടോ? ചെയ്യുക സാർ. ഓക്കെ. ആർക്കെങ്കിലും ആൻസർ കിട്ടിയോ?
ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, ആ സാർ. ഇടയ്ക്ക് വെച്ച് നെറ്റ് ഒന്ന് കട്ടായി പോയായിരുന്നു കേട്ടോ. ചെയ്ത് കഴിഞ്ഞോ? ആ ഇല്ല സാർ, ചെയ്യൂ. സാർ 944 ആണോ? 944 അല്ല, 810 ആണ് ആൻസർ. എവിടെ മിസ്റ്റേക്ക് എന്ന് നോക്കിക്കണം. ഞാൻ ഈ ആൻസർ കാണിക്കുന്നുണ്ട്. ആദ്യത്തത് -50/3 എന്ന് വരും. രണ്ടാമത്തത് 3136/15, 3872/3 -2366/3 +578/5. ഇങ്ങനെയാണ് വരുന്നത്. അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും 810 എന്നാണ് വരേണ്ടത്. ഏത് ടേമിലാണ് മിസ്റ്റേക്ക് വന്നതെന്ന് നോക്കിക്കോ. ലാസ്റ്റ് ടേമിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് സാർ. അത് കറക്റ്റ് ചെയ്താൽ മതി. എനിക്ക് ലാസ്റ്റ് ടേമിലാണ് മിസ്റ്റേക്ക്. അത് കറക്റ്റ് ചെയ്ത് നോക്കിക്കോ. ബാക്കി ഗേൾസ് ആരും ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ. മാളവിക, അനില, റോഷ്നി, അശ്വതി, ഫർസാന ചെയ്യുന്നുണ്ടോ എല്ലാവരും? സാർ എത്രയാണ് ആൻസർ? 810 ആണ് ആൻസർ. കിട്ടിയോ? കിട്ടി. ഓക്കെ. ഓക്കെ, 810. ഇന്ന് ഒരുപാട് ആബ്സെൻറ്റീസ് ഉണ്ടല്ലോ. അത് ഈ 3-4 പേർക്ക് ഇന്ന് പ്രസന്റേഷൻ ഉള്ളവരാ സാർ. പിന്നെ ഒരാള് നിതിനാന്ന് തോന്നുന്നു. നിതിനും പ്രണോയി. നിതിൻ ജോയിൻ ചെയ്തായിരുന്നല്ലോ. അപ്പം പ്രണോയിയാ സാർ, നിതിനല്ല. ശ്രുതി പ്രസാദ് ഉണ്ടോ ഇന്ന്? ഉണ്ട് സാർ. കഴിഞ്ഞ 2 ക്ലാസ് എവിടെ ആയിരുന്നു? സാർ നെറ്റിന്റെ പ്രോബ്ലം ആയിരുന്നു, കറണ്ട് ഇല്ലായിരുന്നു. അത് അപ്പം ഞാൻ എൻ്റെ റെക്കോർഡിംഗ് ഇട്ടിട്ടുണ്ടോ, അതൊന്ന് നോക്കി പഠിക്കണേ. ശരി സാർ. എല്ലാവരും ചെയ്ത് കഴിഞ്ഞോ?
ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. പോവാം സാർ. ഓക്കെ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ സെമ്മിൽ ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ്, സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ്. കാരണം ഈ ഒരു ഏരിയയിൽ നിന്ന് വേറെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ വേറെ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. ഈ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുത്തോളൂ. എ കർവ് പാസസ് ത്രൂ ദി പോയിൻറ്റ്സ് 0, 18, 1, 10, 3, -18 ആൻഡ് 6, 90. ഫൈൻഡ് ദി സ്ലോപ്പ് ഓഫ്. സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല. കിട്ടുന്നില്ലേ? ഇല്ല സാർ. അത് നേരത്തെ നെറ്റ് കട്ടായപ്പോഴത്തേക്ക് അതങ്ങ് പോയായിരുന്നു കേട്ടോ. അതോ ഇപ്പോൾ ഓക്കെ അല്ലേ? ഇപ്പം കാണും. A curve passes through the points 0, 18, 1, 10, 3, -18 and 6, 90. Find the slope of the curve at x is equal to 2. ആദ്യം നമ്മൾ ചെയ്ത ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് കുറച്ച് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എന്നാലും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, കുഴപ്പമില്ല. A curve passes through the points 0, 18, 1, 10, 3, -18 and 6, 90. Find the slope of the curve at x equal to 2. എഴുതിയെടുത്തോ? ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ? എഴുതി. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യനിൽ കോർഡിനേറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എക്സ് ആക്സിസ്, വൈ ആക്സിസ്. ഇവിടെയും എക്സ് ആക്സിസ്, വൈ ആക്സിസ്. അപ്പം എക്സ്0യുടെ വാല്യൂസ് ഏതൊക്കെ ആയിരിക്കും? ഇപ്പം 0, 1, 3, 6. y0 വാല്യൂസ് എന്ന് പറയുന്നത് 18, 10, -18, 90. അപ്പം x0 is equal to 0, x1 1, x2 3, x3 6, y0 18, 10, -18, 90. അത് ക്ലിയർ ആയല്ലോ. ഇനി എന്താണ് ഒരു കർവിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്? എന്താണ്? വാട്ട് ഈസ് മീൻ ബൈ സ്ലോപ്പ് ഓഫ് എ കർവ്? ചരിവെന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പം ഒരു നമ്മളിപ്പം പ്രാക്ടിക്കലി ഒരു ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ ആ ഗ്രാഫിൽ നിന്ന് നമ്മൾ സ്ലോപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഒരാൾ പറ. y/x അല്ലെങ്കിൽ അതിന് പറയുന്നത് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ dy/dx ആണ്. dy/dx അതാണ് സ്ലോപ്പ് എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം dy/dx കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ y/x അല്ല, ശരിക്കും dy/dx ആണ്. dy/dx എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് y ഒരു ഇക്വേഷൻ വേണം. ദാറ്റ് മീൻസ് f(x)ൻ്റെ ഇക്വേഷൻ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ഓക്കെ, വൈയുടെ ഇക്വേഷൻ അതല്ലെങ്കിൽ നമ്മൾ f(x)ൻ്റെ ഇക്വേഷൻ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് dy/dx കണ്ടുപിടിക്കാൻ പറ്റൂ. ഡിഫറൻഷിയേഷൻ നമ്മൾ ഒരു എക്സിൻ്റെ ടേംസുള്ള ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? നമുക്കറിയാം f(x) അല്ലെങ്കിൽ y എന്ന് പറയുന്നത് നമ്മുടെ ലഗ്രാഞ്ചൻ ഇൻ്റർപോളേഷൻ ഇക്വേഷൻ അനുസരിച്ച് നമുക്ക് ആ ഇക്വേഷൻ അറിയാം. ഏതാണ് ഇക്വേഷൻ? ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ലഗ്രാഞ്ച് ഇൻ്റർപോളേഷൻ ഇക്വേഷൻ അനുസരിച്ച് f(x)ൻ്റെ അല്ലെങ്കിൽ വൈയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? x - x1, x - x2 ഇങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ. നമുക്ക് ഇവിടെ എക്സിനൊരു വാല്യൂ തന്നിട്ടില്ല, നമുക്ക് സ്ലോപ്പാണ് കണ്ടുപിടിക്കേണ്ടത്. എക്സിന് ഡയറക്റ്റായിട്ടൊരു വാല്യൂ തന്നിട്ടില്ല, 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ലോപ്പാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. സോ നമ്മളിവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന് ഇപ്പം തൽക്കാലം നമ്മൾ വാല്യൂ ഒന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്, ജസ്റ്റ് എക്സ് എന്ന് പറയുന്ന ഇട്ടങ്ങ് ചെയ്യുക. അപ്പം x - x1, x - x2, x - x3 ഡിവൈഡഡ് ബൈ x0. x0 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ 0 - x1, 0 - x2, 0 - x3 ഇൻറ്റു
y0 നമുക്ക് 18 ആണ്. അതുപോലെ ലഗ്രാഞ്ച് ഇൻ്റർപോളേഷൻ ഇക്വേഷനിൽ നമ്മൾ ബാക്കി എല്ലാ ടേംസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത് കുറച്ച് പാടാണ് ചെയ്യാൻ, കാരണം എക്സിൻ്റെ ടേംസിൽ വരുന്നതാണ് നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ കുറച്ച് കൂടുതൽ വരും. മൾട്ടിപ്ലൈ ചെയ്ത് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഇക്വേഷൻ കിട്ടും. അത്രയും ചെയ്യുക പെട്ടെന്ന്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക.
ഇക്വേഷൻ കിട്ടിയോ? ചെയ്യുന്നുണ്ടോ എല്ലാവരും? കേൾക്കുന്നുണ്ടോ? കിട്ടി? ഇക്വേഷൻ കിട്ടിയോ? കിട്ടി. എന്തോ ഇക്വേഷൻ പറഞ്ഞേ? 2x³ minus 10x square plus 12x minus 80. 12x ഉണ്ടോ? ആ 2x³ മൈനസ് 10x സ്ക്വയർ പ്ലസ് 18 ഉള്ളൂ. ഉണ്ട് സാർ. ബാക്കിയുള്ളവരും ചെക്ക് ചെയ്തേ. ബാക്കിയുള്ളവരൊക്കെ ചെയ്യുന്നുണ്ടോ? ഇക്വേഷൻ ഒന്ന് ചെക്ക് ചെയ്യ്. ഞാൻ ചെയ്തത് കറക്റ്റ് ആണെന്ന് എനിക്കറിയത്തില്ല. 2x³ മൈനസ് 10x സ്ക്വയർ പറഞ്ഞോ? ഇക്വേഷൻ കിട്ടിയിട്ട് പറഞ്ഞേ. എനിക്ക് കിട്ടിയ ഇക്വേഷൻ തന്നെയാണോ എല്ലാവർക്കും കിട്ടിയത്? ടു എക്സ് ക്യൂബ് മൈനസ് 10x സ്ക്വയർ പ്ലസ് 18 ആണോ കിട്ടിയത്? അതെ സാർ, അതാ കിട്ടിയത്. സന്ദീപ് ഒന്ന് ചെക്ക് ചെയ്യണേ. ചെറുതായിട്ട് മിസ്റ്റേക്ക് പറ്റിയിരുന്നു, ഇപ്പോഴേ ശ്രദ്ധിച്ച്. ഓക്കെ. അപ്പം നമുക്ക് വൈഡ് ഇക്വേഷൻ, എഫ് ഓഫ് എക്സിൻ്റെ ഇക്വേഷൻ അല്ലെങ്കിൽ വൈഡ് ഇക്വേഷൻ നമുക്ക് കിട്ടിയത് 2x³ മൈനസ് 10x സ്ക്വയർ പ്ലസ് 18 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം? നമുക്കറിയാം സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? dy/dx ആണ്. നമുക്ക് വൈഡ് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് എന്ത് ചെയ്യണം? dy/dx എടുക്കുമ്പോഴത്തേക്കും നമുക്ക് എന്ത് വരും? 2x³ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴത്തേക്കും 6x സ്ക്വയർ മൈനസ് 20x. ഇത് കോൺസ്റ്റന്റ് ടേം ആയതുകൊണ്ട് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അത് 0 ആയി പോകും. 6x സ്ക്വയർ മൈനസ് 20x എന്ന് കിട്ടും. അപ്പോൾ dy/dx വാല്യൂ എന്ന് പറയുന്നത് 6x സ്ക്വയർ മൈനസ് 20x. നമുക്ക് സ്ലോപ്പ് അറ്റ് 0.2 ആണ് കണ്ടുപിടിക്കാനുള്ളത്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ദി വാല്യൂ ഫോർ x ആസ് 2. എക്സിന് പകരം നമ്മൾ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും 6 × 2 സ്ക്വയർ മൈനസ് 20 × 2 ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് 16 വരും. ചെയ്തോ എല്ലാവരും? ചെയ്തോ സാർ? ഓക്കെ. അപ്പോൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ സെമ്മിൽ ചെയ്യിച്ച പ്രോബ്ലംസാണ് ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അപ്പം അടുത്ത 2 ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്. അത് നിങ്ങളൊന്ന് നോക്കിയിട്ട് നാളത്തെ ക്ലാസ്സിൽ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഡേറ്റ സ്മൂത്തിങ് നോക്കണ്ട, ഇതുവരെ ഉള്ളത് 2 ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്. ഏതൊക്കെയാണ്? ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്, പാർഷ്യൽ ഫ്രാക്ഷൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ. അതിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ വെലോസിറ്റിയുടെ ക്വസ്റ്റ്യൻ, വെലോസിറ്റി ആക്സിലറേഷൻ ഡിസ്റ്റൻസിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസും ഞാൻ കഴിഞ്ഞ സെമ്മിൽ പഠിപ്പിച്ചത് തന്നെയാണ്. ഇത് എല്ലാം നമ്മൾ ലഗ്രാഞ്ചൻ ഇൻ്റർപോളേഷൻ ഇക്വേഷൻ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ നോട്ട്സ് ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ വരുമ്പോൾ ഇതിന് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഓക്കെ, അപ്പോൾ അത് 2 ക്വസ്റ്റ്യൻസ് കൊണ്ടുണ്ട്. നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ഇന്നത്തേക്ക് നമുക്ക് ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, പെട്ടെന്ന് ചോദിക്കുക. എവിടെയെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. സാറേ, ഈ സബ്ജക്റ്റിന് തിയറി കണക്കൊന്നും ചോദിക്കത്തില്ലല്ലോ, നമുക്ക് പ്രോബ്ലം മാത്രമല്ല. തിയറി നമ്മുടെ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് വരുമ്പോഴത്തേക്കും കുറച്ച് തിയറി വരുന്നുണ്ട്. പിന്നെ ഈ ഇപ്പം നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ LU ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞില്ലേ, ഫാക്ടറൈസേഷൻ മെത്തേഡ്. അപ്പോൾ അതിൻ്റെയൊക്കെ തിയററ്റിക്കലായിട്ട് എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നുള്ള, അല്ലെങ്കിൽ പ്രൂവ് ചെയ്യണം എന്നുള്ളത് ചിലപ്പോൾ ഒരു 2 മാർക്കിന് അല്ലെങ്കിൽ 3 മാർക്കിന് ചിലപ്പോൾ ചോദിക്കും. അത് ഞാൻ ആ ടോപ്പിക്കിൽ തന്നെ നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യുമല്ലോ. ഒരു ലോവർ ട്രയാങ്കുലർ മെട്രിക്സും അപ്പർ ട്രയാങ്കുലർ മെട്രിക്സും എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഒരു തിയറി ഉണ്ടല്ലോ. അങ്ങനെയുള്ള കൊച്ചു തിയറി പോർഷൻസ് ഉണ്ട്. ചിലപ്പോൾ ഒരു 2 മാർക്കിന് അല്ലെങ്കിൽ 3 മാർക്കിന് ചോദിക്കും. ഞാൻ സീരീസിന് മുമ്പ് ഇപ്പോൾ സീരീസ് എക്സാമിന് തൊട്ട് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് തരാം. എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നതുകൊണ്ട് ക്വസ്റ്റ്യൻ ബാങ്ക് തരാം. അതുപോലെ യൂണിവേഴ്സിറ്റി എക്സാമിന് മുമ്പ് ഞാൻ ക്വസ്റ്റ്യൻ ബാങ്ക് തരാം. ഇതിൻ്റെ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എൻ്റെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് ഞാൻ തരാം. ഓക്കെ സാർ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? Yes, sir. ബാക്കിയുള്ളവരാരും ഒന്നും പറയുന്നില്ല. ഓക്കെ, അപ്പം താങ്ക് യു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ക്ലാസ് റൂമിൽ കമൻറ്റ് ചെയ്താൽ മതി.